എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാതെയാണ് ഞാൻ ഇന്നത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈസിയാണ്, ശർക്കര നീരൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു പ്ലം കേക്ക് ഗോതമ്പ് പൊടി വെച്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ്. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി വേണ്ടാന്നുള്ളവർക്ക് മൈദ വെച്ചിട്ടും ഈ സെയിം റെസിപ്പി ചെയ്യാം. അപ്പോൾ ഗോതമ്പിൻ്റെ സ്മെല്ല് ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പ്ലം കേക്ക് ആകുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ വേണം. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും അതുപോലെ ഡേറ്റ്സും പിന്നെ ചെറി അതുപോലെ ടൂട്ടി ഫ്രൂട്ടി ഒരു കളർ എൻ്റെ കയ്യിലുള്ളൂ അത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര ഉണ്ടോ അത്ര എടുക്കുക. ഞാനിപ്പോൾ എന്തായാലും ടോട്ടലായിട്ട് ഒരു 1.5 ഗ്ലാസ്, ഒരു മീഡിയം ലെവലുള്ള ഗ്ലാസ്സിൽ നമുക്കൊരു 1.5 ഗ്ലാസ്സാണ് ഇതെല്ലാം കൂടി ഇട്ട് വരുമ്പോൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഇതിലിട്ടിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ. ഇനി ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ കുറച്ച് ശർക്കര നീര് എടുക്കാം. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. എൻ്റെ കയ്യിൽ ശർക്കര ഉരുക്കിയിട്ടുള്ളതാണുള്ളത്. അപ്പോൾ ഞാൻ ശർക്കര വാങ്ങിക്കുമ്പോൾ കുറച്ച് അധികം എടുത്തിട്ട് ഉരുക്കിയിട്ട് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചിട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. നന്നായിട്ട് ഇങ്ങനെ കരടും പൊടിയൊക്കെ ഉണ്ടാവാറുണ്ട് ശർക്കര വാങ്ങിക്കുമ്പോൾ ഉരുക്കണ സമയത്ത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള ശർക്കര കിട്ടുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിത് ഒരു 1/2 ഗ്ലാസോളം ശർക്കര ഗ്രേറ്റ് ചെയ്തതുണ്ടായിരുന്നു. അതിനെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി എടുത്തിട്ട് വെച്ചിരുന്നതാണ്. ഈ ഒരു ശർക്കര നീര് ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിഞ്ഞാൽ 1/4 ഗ്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് ഗ്രേറ്റ് ചെയ്ത ശർക്കര ഉരുക്കി ഒക്കെ വരുമ്പോൾ എന്തായാലും ഒരു 1/4 ഗ്ലാസ് നീരുണ്ടാവും. അതാണ് ഞാൻ നല്ല ചൂടായിട്ട് ആ ഒരു നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇല്ലേ അതിലേക്ക് സോക്ക് ആവാനായിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഓറഞ്ച് ജ്യൂസിലൊക്കെയാണ് ഈ ഒരു ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ ഓറഞ്ച് ചിലപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവില്ല, ശർക്കര ആകുമ്പോൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ശർക്കര വെച്ചിട്ട് ഇന്നത് ചെയ്യണത് കേട്ടോ. ഇനി ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത് വയ്ക്കുക. ചൂടുള്ള ശർക്കര നീര് ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ ഈ ഫ്രൂട്ട്സ് അതിൽ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സോക്കാവും. അപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ മിക്സ് ചെയ്ത് ലാസ്റ്റ് ഇത് ചേർക്കുമ്പോഴേക്കും ഇതിങ്ങനെ നല്ലൊരു പാകമായിട്ടുണ്ടാവും. ചൂടോടെയാണല്ലോ ഒഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇതുപോലെ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ മെഷറിംഗ് കപ്പ് ഉള്ളവർ 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് എടുക്കുക. അതല്ലെങ്കിൽ ആവറേജ് വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ വല്ലാതെ വലുതുമല്ല ചെറുതുമല്ല ഒരു മീഡിയം ലെവൽ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് കറക്റ്റ് എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും. ഇത്രയും ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അരിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ അരിക്കുന്ന സമയത്ത് ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഭാഗത്ത് എന്തായാലും കുറച്ചിങ്ങനെ ഒരു തരി പോലെ ഉണ്ടാവും. ആ ഭാഗം നമുക്ക് വേണ്ട കളയാം കേട്ടോ. ഞാനിവിടെ 1/2 ഗ്ലാസ് പഞ്ചസാരയും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പിള്ളേർക്കൊന്നും ഫുള്ള് ആ ഒരു ശർക്കരേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പഞ്ചസാര തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ 1/2 ഗ്ലാസ് ഗ്രേറ്റ് ചെയ്ത ശർക്കര ഉരുക്കിയെടുത്തില്ലേ, അതിൻ്റെ സ്ഥാനത്ത് 1 ഗ്ലാസ് ഗ്രേറ്റ് ചെയ്ത ശർക്കര ഉരുക്കിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഫുള്ളും ശർക്കരയുടെ മധുരം തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. വെള്ളത്തിൻ്റെ അളവ് കൂട്ടരുത് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു ചെറിയൊരു പീസ്, പിന്നെ അതുപോലെ 2 ഗ്രാമ്പു, പിന്നെ ജാതിക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെ ജാതിക്കയിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അത് ഇടുക. പിന്നെ നമുക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടി അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഏലക്കായൻ്റെ ഉള്ളിലത്തെ സംഭവം മാത്രം എടുത്തിട്ടിടുക. അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് ഈ പഞ്ചസാര നമ്മൾ പൊടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നേരത്തെ ശർക്കര ഉപയോഗിക്കുന്നവരാണെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ സംഭവങ്ങൾ മാത്രം ഇങ്ങനെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്താൽ മതി. പഞ്ചസാരയിൽ ഇട്ടിട്ട് നമ്മൾ പൊടിക്കുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ ഇതെല്ലാം കൂടെ പൊടിഞ്ഞ് കിട്ടുട്ടോ നന്നായിട്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒരു 3 മിനിറ്റോളം നന്നായിട്ട് ഇതിങ്ങനെ പതപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് ഇപ്പോൾ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഗ്രാമ്പും പട്ടയൊക്കെ കൂടി പൊടിച്ച പഞ്ചസാരയില്ലേ, അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിനോട് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ. അധികം ഒന്നും അടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സിങ് മാത്രം. ഇപ്പോൾ അതും ഞാൻ ഒന്ന് തിരിച്ചെടുത്തു. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറില്ലേ, നമ്മുടെ ഗോതമ്പ് പൊടിയുടെ ആ ഒരു മിക്സ്, അതും മിക്സിയിൽ തന്നെ ഇട്ടൊന്ന് തിരിച്ചെടുക്കാം. ആദ്യം കുറച്ചിടുക, പിന്നെ ഒന്ന് തിരിക്കുക, പിന്നെ അടുത്ത ബാച്ച് ഇടുക. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഫുള്ളും തിരിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം ഒന്നും തിരിക്കരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൾസ് ചെയ്യുന്ന പോലെ ഒന്ന് മിക്സിങ് മാത്രം കേട്ടോ. ഓവർ മിക്സ് ആയാലും കേക്ക് നന്നാവില്ല. അപ്പോൾ ഒരൊറ്റ തിരിക്കുമ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ആവും.
കണ്ടോ? അപ്പോൾ അത് ഇത്തിരി ഇങ്ങനെ കട്ടിയിലാണ് ഉണ്ടാവുക. ആ ഒരു മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ശർക്കര നീരിൽ ഇട്ട് വെച്ചിരുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് നന്നായിട്ട് കൈ വെച്ച് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു നീരും ഇതും തമ്മിൽ വേറെ ആക്കണം. അപ്പോൾ മാക്സിമം ഒന്ന് നന്നായി തന്നെ പിഴിഞ്ഞെടുക്കുക. എല്ലാ ഫ്രൂട്ട്സും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ കോട്ട് ചെയ്യാതെ ഈ ഒരു നട്ട്സും ഫ്രൂട്ട്സൊക്കെ നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് വേവുന്ന സമയത്ത് ഇതൊക്കെ താഴ്ന്നു പോവും. ഇങ്ങനെ ഇടയിൽ കടിക്കാൻ കിട്ടില്ല നമുക്ക്. അവിടെ ഇവിടെയായിട്ട് കിട്ടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അടിയിൽ പൊടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഇടണ്ട. ആ ഒരു ഫ്രൂട്ട്സും നട്ട്സും മാത്രം ഇട്ടാൽ മതി. അതോടൊപ്പം തന്നെ നമുക്ക് നേരത്തെ അത് സോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ശർക്കരേൻ്റെ ലിക്വിഡില്ലേ അതും കൂടെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഈ ഒരു കേക്കിൽ ഞാൻ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ചേർത്തിട്ടില്ല. ശർക്കരയുടെയാണ് ആ ഒരു കളറ്. പിന്നെ ഗോതമ്പ് പൊടിയാണല്ലോ. അപ്പോൾ ആ ഒരു ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത കളറുള്ള ശർക്കര ഉണ്ടാവില്ലേ, അങ്ങനത്തെ എടുക്കാൻ നോക്കുക. അപ്പോഴാണ് കറക്റ്റ് നല്ലൊരു കളറ് വരുള്ളൂ. ഓവർ മിക്സ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം നന്നായിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ എൻ്റെ ഒരു ചീനച്ചട്ടി ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ഞാൻ ഓയിലൊക്കെ ഒന്ന് തടവി ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കേക്കിൻ്റെ ബാറ്ററി കുറച്ചൊരു തിക്കായിരിക്കും മറ്റേ സാധാരണ കേക്കിനെ അപേക്ഷിച്ച്. അതുപോലെ വേവാനും മറ്റേ കേക്കിനേക്കാളും കുറച്ചുകൂടെ ടൈമും എടുക്കും കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ള് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്യാറുള്ളത് അതിൽ വയ്ക്കുക. അപ്പോൾ കുക്കറിലോ നോൺ സ്റ്റിക്ക് പാനിലോ ഏതിലായാലും പ്രശ്നമില്ല. ഞാൻ എൻ്റെ ചീനച്ചട്ടിയാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. താഴെ ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ചിട്ടാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണത്. ഇനി ഞാനിതൊന്ന് ടാപ്പ് ചെയ്ത് ഇതുപോലെ തന്നെ ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തു. എയർ ബബിൾസൊക്കെ പോവാനാണ്. പിന്നെ കുറച്ച് നട്ട്സും ഫ്രൂട്ട്സൊക്കെ മുകളിലും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതേ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചീനച്ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കേക്കിൻ്റെ ആ ഒരു പാത്രം വെക്കാം. അപ്പോൾ ആവിയൊന്നും പുറത്ത് പോകരുത്. മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വേണമെങ്കിൽ വെച്ച് കൊടുത്തോളൂ, മൂടി നന്നായിട്ട് അമർന്നിരിക്കാനായിട്ട്. ആദ്യത്തെ 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിടുക. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 55 മിനിറ്റും കൂടിയും. അപ്പോൾ ടോട്ടൽ 1 മണിക്കൂറാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ടൈം എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വട്ടത്തിലുള്ള പാത്രമാണെങ്കിൽ, ഉയരം കുറവുള്ള പാത്രമാണെങ്കിൽ കുറച്ചുകൂടെ വേഗമാവും. അപ്പോൾ എൻ്റെ എന്തായാലും കുറച്ച് ഹൈറ്റിൽ കേക്ക് കിട്ടാൻ ചെറിയ വട്ടത്തിലുള്ള പാത്രം എടുത്തുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നതാണ്. ഒരു 45 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കൂ. ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ചാൽ മതി. ഇപ്പോൾ എൻ്റെ കേക്ക് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തണുത്തിട്ട് കട്ട് ചെയ്യാം. പ്ലം കേക്ക് ശരിക്കും ഇപ്പം തന്നെ കട്ട് ചെയ്യരുത്. കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു ദിവസമെങ്കിലും കഴിയണം. അപ്പോൾ ഞാനെന്തായാലും വീഡിയോ എടുക്കണോണ്ട് വേഗം കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ, അതുകൊണ്ട് കട്ട് ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേ കറക്റ്റ് നല്ലൊരു ടേസ്റ്റൊക്കെ വരുള്ളൂ, ആ ഒരു സ്മെല്ലും ഒക്കെ. കണ്ടോ? അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ കേക്ക് പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1/2 ഗ്ലാസ്സൊക്കെ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ സൂപ്പറായിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? നട്ട്സൊന്നും അങ്ങനെ താന്നു പോയിട്ടൊന്നുമില്ല. ഇടയിൽ കറക്റ്റായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അതിന് നമ്മൾ ആ ഒരു പൊടി ഇങ്ങനെ കവർ ചെയ്തിട്ടല്ലേ ഇതൊക്കെ ഇട്ടത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് എനിക്ക് അത്ര അങ്ങനെ പിടിക്കാനൊന്നും പറ്റുന്നില്ല. എന്നാലും നോക്കൂ, നല്ല സൂപ്പറായിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഈ ക്രിസ്മസിന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. നിങ്ങൾക്ക് കേക്ക് റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് സിമ്പിളായിട്ടുള്ള കേക്ക്സ് പല വെറൈറ്റീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം കണ്ടു നോക്കുക. ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ റെസിപ്പീസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള കൂട്ടുകാർ ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. CD വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ ഞാനത് എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. അതുപോലെ എൻ്റെ മോളുടെ ചാനലായിട്ടുള്ള ലോജിക് മാജിക് വിത്ത് പ്രാർത്ഥന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ പ്രാർത്ഥനാസ് വേൾഡും സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.